എല്ലാവർക്കും നമസ്കാരം. വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ വാർത്താ സമ്മേളനം നമ്മുടെ രണ്ട് രാഷ്ട്രീയ നേതാക്കളെ അനുസ്മരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലുണ്ടായ രണ്ട് വിയോഗങ്ങൾ. കോതമംഗലത്തു നിന്നും നിയമസഭയിലെത്തി കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ടി.യു. കുരുവിള, ചാലക്കുടിയിൽ നിന്നും ലോക്സഭയിലെത്തിയ കെ.പി. ധനപാലൻ. ഇവരെ രണ്ടുപേരെയും അനുസ്മരിക്കുമ്പോൾ ഏതാണ്ട് രണ്ടുപേരും ഒരേ പ്രകൃതക്കാരായിരുന്നു. അവർ സൗമ്യരായിരുന്നു. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അധികാരത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ അവർ വലിയ പിടിവാശികളൊന്നും നടത്തിയിട്ടുമില്ല. എന്നെ സംബന്ധിച്ച് ഈ രണ്ടുപേരുമായും ബന്ധമുണ്ടായിരുന്നു. ടി.യു. കുരുവിള, അദ്ദേഹത്തെക്കുറിച്ച് ഒരനുഭവം മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. 2007 തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് കോൾപ്പാടത്ത് ഞാൻ ഉൾപ്പെടുന്ന കർഷകർ നടത്തിയ ഐതിഹാസികമായ ഒരു ജനകീയ സമരം. ആ സമരത്തിൻ്റെ ഫലമാണ് കേരള നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയത്. ആ സമരം ആരംഭിക്കുന്നത് 2007 മാർച്ച് 7-ാം തീയതിയാണ്. മാർച്ച് 11-ാം തീയതി അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി.യു. കുരുവിള ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു പാലം നിർമ്മാണം അപ്പോൾ ഈ മുരിയാട് കായൽ മേഖലയിൽ നടക്കുന്നുണ്ട്. ആ പാലം നിർമ്മാണത്തിന് വേണ്ടി നിലവിലുള്ള പെരുന്തോടിന് കുറുകെ അണ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയതുകൊണ്ട് കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ആ സമരം തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം. തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാതയിലെ നന്ദിക്കരയിൽ നിന്നും മാപ്രാണത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ കോന്തികുലം എന്ന സ്ഥലത്ത് ഈ പാലം. ഈ പാലം നിർമ്മാണം അനന്തമായി വൈകിക്കുന്നതിന് പിറകിൽ ചില നിഗൂഢ ശക്തികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കർഷകർ സമരമുഖത്തേക്ക് വന്നത്. പാലത്തിൻ്റെ പേരിൽ അണകെട്ടി നിർത്തിയാൽ ഇപ്പുറത്തുള്ള ഖനന ലോബിക്ക്, അന്ന് മുരിയാട് കായൽ മേഖലയിൽ നിന്നും അനധികൃതമായി വലിയ അളവിൽ കളിമണ്ണും മണലും ഖനനം ചെയ്തിരുന്നു. അനധികൃതമായ ഖനനം, ആ മേഖലയെ ആകെ തകർക്കുന്ന ഖനനം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ പാലം പണിയുടെ പേരിൽ ഈ അണ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുമൂലം ഏകദേശം 5000 ഏക്കറിലെ കൃഷിയാണ് മുടങ്ങിപ്പോയത്. ഈ സാഹചര്യത്തിലാണ് ആ സമരം രൂപപ്പെട്ടത്. അപ്പോൾ 2007 മാർച്ച് 7-ാം തീയതി തുടങ്ങിയ സമരം മാർച്ച് 11-ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മറ്റൊരു പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ വരുന്നതറിഞ്ഞ സമരപ്രവർത്തകർ തൃശ്ശൂരിൽ പത്രസമ്മേളനം നടത്തി ഒരു സമര പ്രഖ്യാപനം നടത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പ്രതീകാത്മകമായി കുത്തുപാളയിൽ നിവേദനം നൽകുന്നു. കർഷകരെ കുത്തുപാള എടുപ്പിച്ചു അഥവാ ഭിക്ഷക്കാരാക്കി മാറ്റി എന്നതിൻ്റെ പ്രതീകമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കുത്തുപാളയിൽ നിവേദനം നൽകാൻ തീരുമാനിക്കുന്നു. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അംഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ വലിയ നേതാവുമായ കെ.പി. ദിവാകരനാണ് അന്ന് സമരസമിതിയുടെ ചെയർമാൻ. അദ്ദേഹം അടക്കമുള്ളവരാണ് പത്രസമ്മേളനത്തിൽ അക്കാര്യം പ്രഖ്യാപിച്ചത്. ഇപ്പം നിലവിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇടതു സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കുത്തുപാളയിൽ നിവേദനം നൽകാനുള്ള തീരുമാനം അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. അതിനിടയിൽ ജില്ലാതലത്തിലുള്ള പല ഉദ്യോഗസ്ഥരും എന്നെ ബന്ധപ്പെട്ടു. ഈ കുത്തുപാളയിൽ നിവേദനം നൽകുന്നതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞത് സമരസമിതിയുടെ തീരുമാനമാണ്, ഞങ്ങൾ മറ്റു അക്രമങ്ങൾക്കൊന്നും മുതിരുകയില്ല, അതുകൊണ്ട് മന്ത്രിക്ക് ആ നിവേദനം നൽകുക എന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആരും ഒന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും അന്ന് ഇതൊരു സത്യസന്ധമായ സമരമാണെന്നറിയാവുന്ന ജില്ലാ കളക്ടറേറ്റിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥരിൽ പലരും എനിക്ക് പല വിവരങ്ങളും അന്ന് കൈമാറാറുണ്ട്. അപ്പം അതിൽ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ എന്നെ അറിയിച്ചു,
കുത്തുപാളയിൽ നിവേദനം നൽകുന്ന കാര്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് വർഗീസിന്റെ തീരുമാനമെങ്കിൽ വർഗീസിനെ താൽക്കാലികമായി മുൻകരുതൽ കസ്റ്റഡിയിൽ എടുക്കാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് സമരപ്രവർത്തകരെ അറിയിച്ചു. സമരപ്രവർത്തകരുടെ തീരുമാനപ്രകാരം ഞാൻ തൽക്കാലം അവിടെ നിന്നും ഒന്ന് മാറി നിൽക്കുവാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും CPI-എമ്മിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം KP ദിവാകരൻ, CPI-എമ്മുകാരനായ ജില്ലാ പഞ്ചായത്ത് അംഗം, ഈ കുത്തുപാളയിൽ നിവേദനം കൊടുക്കുന്നതിനെതിരെയുള്ള ഒരു മാനസികാവസ്ഥ, അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ മനഃപൂർവ്വമല്ല, അദ്ദേഹത്തിന് പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് എല്ലാവരും കരുതി. ഞാൻ തൽക്കാലം സമരവേദിയിൽ നിന്നൊന്ന് മാറി നിന്നു. അന്ന് പിന്നെ സമര പോരാട്ടങ്ങളുടെ ചില തന്ത്രങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് പരിശീലിച്ചിട്ട് തന്നെയാണ് ആ സമരം തുടങ്ങിയതും ആ സമര ചരിത്രത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. അവർ താൽക്കാലികമായ ഒരു പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കാൻ ഇരിങ്ങാലക്കുട PWD ഗസ്റ്റ് ഹൗസിൽ അന്നത്തെ ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ മുൻകൈയെടുത്ത് അവരെല്ലാവരും കൂടെ ഒരു യോഗം തീരുമാനിക്കുന്നു. അപ്പൊ അതിലേക്ക് കർഷക പ്രതിനിധികളെ വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ കർഷകർ ഒന്നടങ്കം പറഞ്ഞു, വർഗീസ് മാഷ് ഇല്ലാതെ ഞങ്ങൾ ആ ചർച്ചയ്ക്ക് വരുന്നില്ല. വർഗീസ് മാഷ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ കേട്ടത്, അതുകൊണ്ട് അദ്ദേഹം ആ ചർച്ചയ്ക്ക് വരികയില്ല എന്ന് കർഷകർ ഒന്നടങ്കം പറയുകയും ചെയ്തു. അപ്പൊ സമരം കോന്തികുലത്ത് മടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന സഖാവ് PK ചാത്തൻ മാസ്റ്ററുടെ ജന്മഗൃഹത്തിന് മുൻപിലാണ് നമ്മൾ ആ സമരവേദി ഒരുക്കിയിരുന്നത്. അപ്പൊ അവിടെ സമരം മുന്നോട്ട് പോവുകയാണ്. എടക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് മന്ത്രിയുടെ ഉദ്ഘാടനം. അപ്പൊ അവിടേക്കാണ് കുത്തുപാളയിൽ നിവേദനവുമായി കർഷക സമരക്കാർ ചെല്ലും എന്ന വാർത്ത, അല്ലെങ്കിൽ അങ്ങനെയാണ് നിശ്ചയിച്ചിരുന്നത്. അവസാനം പോലീസിന്റെ അറസ്റ്റും കസ്റ്റഡിയും എന്നൊക്കെ പറഞ്ഞ് സമരത്തിന്റെ തുടക്കത്തിൽ തന്നെ സാധാരണക്കാരായ കർഷകരെയും ജനങ്ങളെയും പേടിപ്പിക്കണ്ട എന്ന് കരുതി നമ്മൾ ആ നിവേദനം അങ്ങനെ കൊണ്ടുപോയി കൊടുക്കൽ വേണ്ടെന്ന് വെച്ചു. സമരസമിതി അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ ഒളിവിൽ പോയി, മാറി നിന്നു. ഒരു മുൻകരുതൽ അറസ്റ്റിന് വഴങ്ങേണ്ടതില്ല, ഇങ്ങനെയൊക്കെ വേണ്ടെന്ന് വെച്ചെന്ന് റിപ്പോർട്ട് പോയാലും പോലീസ് എൻ്റെ ശരികളും എൻ്റെ നിലപാടുകളും അറിയാവുന്നതെന്ന് അവർക്കറിയാം. ഏത് നിമിഷവും ഞാൻ ചിലപ്പോൾ ആ നിവേദനം കൊടുത്തേക്കുമെന്നറിയാം. അങ്ങനെ അവർ എന്നെ അന്വേഷിച്ച് ചുറ്റിപ്പറ്റി എൻ്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ച് നടന്നു. ഇരിങ്ങാലക്കുട PWD റെസ്റ്റ് ഹൗസിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഉന്നതതല യോഗം നടക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ ആ യോഗം തുടങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മുൻപ് വളരെ നാടകീയമായി ഇരിങ്ങാലക്കുട ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടേക്ക് ഞാൻ ചെല്ലുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ പോലീസേ ഉണ്ടായുള്ളൂ. ഞാൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി നേരെ മന്ത്രി ഇരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ തോമസ് ഉണ്ണിയാണ്, ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള അന്നത്തെ നിയമസഭാംഗം. അങ്ങനെ അദ്ദേഹമുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കളുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് അകത്തേക്ക് ചെന്നത് അതെല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു, ഒരാൾക്കൊഴികെ. TU കുരുവിളയ്ക്ക് മാത്രം അതിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണങ്ങൾ വേറെയാണ്. ഞാൻ അദ്ദേഹത്തോട് എന്നെ പരിചയപ്പെടുത്തി. ഈ സമരത്തിന്റെ മുഖ്യ സംഘാടകൻ ഞാനാണ്. ഇവിടെ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും പറഞ്ഞത് കേട്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുകയില്ല. അതുകൊണ്ട് സഖാവ്, ഞാൻ അദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്, അതുകൊണ്ട് സഖാവിന് വിരോധമില്ലെങ്കിൽ ഇവിടെ നിന്ന് 5 മിനിറ്റ് കൊണ്ട് ആ സമര മുഖത്തേക്ക് എത്താൻ പറ്റും. അങ്ങ് വന്ന് ആ സ്ഥലം സന്ദർശിച്ച് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മൾ ഇവിടെ ഒരു ചർച്ച എന്നൊക്കെ പറഞ്ഞ് തോമസ് ഉണ്ണിയാടൻ വരെ മന്ത്രിയുടെ യാത്രയെ തടയാൻ ശ്രമിച്ചു. അത് സമരത്തോടെ എതിർപ്പുണ്ടായിട്ടല്ല. അവിടെ പോയി മന്ത്രിക്ക് എന്തെങ്കിലും കർഷകർ ക്ഷുഭിതരാവുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു നിയമസഭാംഗം എന്ന നിലയിൽ അദ്ദേഹം മുൻകൈയെടുത്താണ് ഈ ചർച്ചയൊക്കെ സംഘടിപ്പിക്കുന്നത്. ഒരു പ്രശ്നമുണ്ടായാൽ അത് അദ്ദേഹത്തിന് കൂടി ദോഷകരമാകും എന്ന് ചിന്തിച്ചിട്ടാണ് തോമസ് ഉണ്ണിയാടൻ അതിനെ തടയാൻ നോക്കി. പക്ഷേ തോമസ് ഉണ്ണിയാടനേക്കാൾ വലിയ ആൾ TU കുരുവിളയ്ക്ക് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അവിടെ സമരത്തിന് നേതൃത്വം നൽകുന്ന സഖാവ് വരും, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്നായിരുന്നു ആ നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ സഖാവ് TU കുരുവിളയ്ക്ക് കഴിയില്ല. അപ്പം അദ്ദേഹം എൻ്റെ വാക്കുകൾ വെറും
3 മിനിറ്റ് കൊണ്ട് ഈ സംഭാഷണങ്ങൾ നടക്കുകയും അദ്ദേഹം സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും എന്നാൽ നമുക്ക് പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുക. അദ്ദേഹം വന്ന് കാറിൽ കയറുന്നു. ഞാനും അദ്ദേഹത്തോടൊപ്പം ആ കാറിൽ കയറുന്നു. ഞങ്ങൾ നേരെ സമരഭൂമിയിൽ പോകുന്നു. അദ്ദേഹം ആ പാലം നിർമ്മാണം നടക്കുന്നതൊക്കെ അറിയുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് കർശനമായ ചോദ്യങ്ങൾ ചോദിച്ച് അതൊരു തെറ്റാണ് എന്നും അതിൽ ഒരു ചെറിയ നിഗൂഢതയുണ്ട് എന്നും മനസ്സിലാക്കിയ അദ്ദേഹം പറയുന്നു, ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പാലം പണി തീർന്നിരിക്കും, പാലം പണി തീർന്നാലും ഇല്ലെങ്കിലും ഈ വെള്ളക്കെട്ട് ഒഴിവാക്കിയേ മതിയാകൂ എന്ന് അദ്ദേഹം നിർദ്ദേശം നൽകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അന്ന് ഞങ്ങളുടെ സമരസമിതിയുടെ വൈസ് ചെയർമാൻ VV അയ്യപ്പൻ, ആ സമരത്തിന്റെ ചാലക ശക്തികളിൽ പ്രധാനിയായിരുന്നു VV അയ്യപ്പൻ. അയ്യപ്പേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അപ്പൊ അയ്യപ്പേട്ടൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, മാഷെ ഇനിയിപ്പോൾ നമ്മൾ നിവേദനം വേണമല്ലോ, നമ്മൾ നിവേദനം കൊടുക്കണമല്ലോ, അപ്പൊ കുത്തുവാളയൊക്കെ തയ്യാറാണ്, ഉടനെ ഒരു കുത്തുവാളയിൽ നമ്മൾ എഴുതിയ നിവേദനം TU കുരുവിളയ്ക്ക് നൽകുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാനിവിടെ വന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തു, എന്നിട്ടും ഇനി കുത്തുവാളയിൽ നിവേദനം വേണോ? അപ്പൊ ഞാൻ പറഞ്ഞതൊരു പ്രതീകാത്മകമാണ് മന്ത്രി, അങ്ങേക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ തരുന്നില്ല. ഓ എനിക്കെന്താ കുഴപ്പം, ഇത് കർഷകരുടെ പ്രതീകമല്ലേ എന്ന് പറഞ്ഞ അദ്ദേഹം ആ കുത്തുപാളയിലുള്ള നിവേദനം വാങ്ങുകയും ചെയ്തു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സഖാവ് തീരുമാനിച്ചെന്നൊന്നും പിന്മാറില്ല അല്ലേ, നമ്മുടെ മന്ത്രി അവിടെ വരെ വന്നു, എന്നിട്ട് മന്ത്രിയെ ഉദ്ഘാടന വേദിയിൽ കൊണ്ടുകൊടുക്കേണ്ട കുത്തുപാള മന്ത്രിയെ വിളിച്ചു വരുത്തി സമരവേദിയിൽ വെച്ച് തന്നെ കൊടുത്തു അല്ലേ എന്ന് അദ്ദേഹം സരസമായിട്ട് എന്നോട് ചോദിക്കുകയും ചെയ്തു. കുരുവിളയെ ഓർക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില അനുഭവങ്ങളും എനിക്കുണ്ട്. യാതൊരു മുൻവിധികളുമില്ലാത്ത, യാതൊരു വാശികളുമില്ലാത്ത, കിട്ടിയ അധികാരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകാത്ത ഒരു സദ് വ്യക്തിത്വമായിരുന്നു TU കുരുവിളയുടേത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ്സ് നമിക്കുന്നു, പ്രണമിക്കുന്നു. മറ്റൊരാൾ KP ധനപാലൻ. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി നേരിട്ട് കാണുന്നത് പറവൂരിൽ നിന്ന് ഒരിക്കൽ ഞാൻ ആലുവയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ കയറിയ KSRTC ബസ്സിൽ എൻ്റെ തൊട്ടടുത്ത് ഇരുന്നിരുന്ന ഒരാൾ, ഞാൻ അദ്ദേഹത്തെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. എനിക്ക് അദ്ദേഹത്തെ കൃത്യമായിട്ട് ഓർമ്മ വന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് അങ്ങൊന്നും തെറ്റിദ്ധരിക്കരുത്, അങ്ങ് കോൺഗ്രസിൻ്റെ. അപ്പം അദ്ദേഹം വളരെ സൗമ്യമായി പറഞ്ഞു, ഗദർ കണ്ടതുകൊണ്ട് ചോദിച്ചതാണോ? അല്ല, ഞാൻ അങ്ങയെ കോൺഗ്രസ് വേദികളിലൊക്കെ. അപ്പം അദ്ദേഹം അതിന് മറുപടി പറയുന്നതിന് മുൻപ് ഞാൻ എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ DCC അധ്യക്ഷനാണ്, എറണാകുളം DCC അധ്യക്ഷനാണ്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങ് അപ്പോൾ ഈ ബസ്സിൽ? ഞാൻ എല്ലാ ദിവസവും DCC ഓഫീസിലേക്ക് പോകുന്നത് പറവൂരിലെ എൻ്റെ വീട്ടിൽ നിന്നും ഒരു KSRTC ബസ്സിൽ ദാ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ചെറിയ ബാഗ് കാണിച്ചു. ഇതിൽ എൻ്റെ ഭക്ഷണമുണ്ട്, ഉച്ച ഭക്ഷണം, അതും വീട്ടിൽ നിന്ന് എടുക്കും. എന്നിട്ട് DCC ഓഫീസിൽ പോയി എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഞാൻ വൈകിട്ട് അല്പം നേരത്തെ പോരും. കാരണം വൈകുന്നേരത്തെ പ്രവർത്തനമൊക്കെ പറവൂരിലും പരിസര പ്രദേശങ്ങളിലുമാണ് രാഷ്ട്രീയ പ്രവർത്തനം. എനിക്കത് അത്ഭുതമായിരുന്നു. ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എല്ലാ ദിവസവും തൻ്റെ വീട്ടിൽ നിന്ന് ചോറ്റുപാത്രമെടുത്ത് KSRTC ബസ്സിൽ യാത്ര ചെയ്ത് DCC ഓഫീസിൽ പോയി തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വീണ്ടും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് അതേ ബസ്സിൽ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. തീർച്ചയായും സമകാലിക കേരളത്തിൽ നമുക്കത് അവിശ്വസനീയമാണ്. ചില കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ നടക്കുന്നത് ടൊയോട്ട കാറിലാണ്. അവർ ഭക്ഷണം കഴിക്കുന്നത് സമീപത്തെ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലുകളിലാണ്. ഇത് കോൺഗ്രസ്സുകാർ മാത്രമല്ല കേട്ടോ, ഏത് പാർട്ടിക്കാരും അങ്ങനെ തന്നെ. KP ധനപാലനെ ഈ KSRTC ബസ് യാത്രയിൽ പരിചയപ്പെടുന്നതിന് മുൻപ് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹമായിരുന്നു 2001 വടക്കേക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ആ സാധു മനുഷ്യൻ തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ആരംഭിച്ചു. 10 ദിവസത്തോളം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി അദ്ദേഹം വടക്കേക്കരയിലും പരിസരങ്ങളിലുമൊക്കെ ഓടി നടന്നു. പക്ഷേ 10ാമത്തെ ദിവസമാണ് സാക്ഷാൽ കരുണാകരൻ്റെ വാശി. ഹൈക്കമാൻഡിന് മുൻപിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചന്ദ്രശേഖരനെ വടക്കേക്കരയിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന് വാശി പിടിക്കുകയും ഹൈക്കമാൻഡ് കരുണാകരൻ്റെ വാശിക്ക് വഴങ്ങുകയും ചെയ്തു. അങ്ങനെ 10 ദിവസം പ്രവർത്തിച്ച KP ധനപാലൻ
സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. അന്നും അദ്ദേഹം കരഞ്ഞിട്ടുണ്ടാകാം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം. ലോലഹൃദയനാണ് അദ്ദേഹം. പിന്നീട് കരുണാകരൻ തന്നെയാണ് ഒരു പ്രായശ്ചിത്തം എന്ന നിലയിൽ എ ഗ്രൂപ്പുകാരനായിരുന്ന കെ പി ധനപാലനെ, പാർട്ടിയിൽ ശത്രുപക്ഷത്തായിരുന്ന കെ പി ധനപാലനെ കെ കരുണാകരൻ എറണാകുളം DCC അധ്യക്ഷനാക്കുന്നത്. പിന്നീട് അദ്ദേഹം 2009 ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ലോക്സഭയിലെത്തുന്നു. അദ്ദേഹം ലോക്സഭാംഗമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് അദ്ദേഹം MP ആയിരിക്കുമ്പോൾ കോൾ പാക്കേജ്, കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ കിസാൻ വികാസ് യോജനയിൽ നിന്ന് അനുവദിക്കുന്ന ഒരു 800 കോടി രൂപയുടെ പദ്ധതി അന്ന് ഈ സമരത്തിൻ്റെ ഫലമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ശരത് പവാറാണ് കൃഷിമന്ത്രി. അപ്പോൾ ഞാൻ ഡൽഹിയിൽ തമ്പടിച്ച് ആ പദ്ധതി അംഗീകരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും കെ പി ധനപാലൻ ഒരു സഹായിയായിരുന്നു. അന്ന് തൃശ്ശൂർ ലോക്സഭാംഗമായിരുന്ന PC ചാക്കോ അതിൽ വളരെ ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തുകയും ശരത് പവാറുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും ഒക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ ആ പദ്ധതി അംഗീകരിപ്പിച്ചെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളും PC ചാക്കോയാണ്. 2014 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ PC ചാക്കോയോട് ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു, അങ്ങ് തൃശ്ശൂരിൽ തന്നെ മത്സരിക്കുന്നതാണ് ഉചിതം. പക്ഷേ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ ഫലമായി പ്രത്യേകിച്ച് തൃശ്ശൂരിലെ നേതൃത്വവുമായിട്ട് PC ചാക്കോയ്ക്ക് അകലേണ്ടി വന്നിരുന്നു. അപ്പോൾ താൻ നിന്നാൽ കോൺഗ്രസ്സുകാർ തന്നെ തനിക്ക് പാരവയ്ക്കും എന്ന് ഭയപ്പെട്ട PC ചാക്കോ, അന്ന് PC ചാക്കോ ഹൈക്കമാൻഡിൽ ശക്തനായിരുന്നു. ആ PC ചാക്കോയുടെ സമ്മർദ്ദ ഫലമായി കെ പി ധനപാലനെ ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റുകയും ചാലക്കുടിയിൽ PC ചാക്കോ മത്സരിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രത്യാഘാതം 2 സ്ഥലത്തും കോൺഗ്രസ്സിന് 2 സീറ്റുകൾ നഷ്ടപ്പെട്ടു. PC ചാക്കോ അങ്ങനെ വാശി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് തൃശ്ശൂരിൽ PC ചാക്കോ ജയിക്കും. പ്രത്യേകിച്ച് ഈ കോൾ പാക്കേജ് പാസ്സാക്കിയ PC ചാക്കോയ്ക്ക് പിന്തുണ നൽകാൻ കർഷക പക്ഷത്തു നിന്നും അന്ന് തീരുമാനമുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ PC ചാക്കോയോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. അതിൻ്റെ ഫലമാണ് PC ചാക്കോ ചാലക്കുടിയിലും തോറ്റു, തൃശ്ശൂരിൽ കെ പി ധനപാലനും തോറ്റു. ചാലക്കുടിയിൽ അദ്ദേഹം നിന്നാൽ ജയിക്കുമായിരുന്നു. പിന്നീട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കെ പി ധനപാലനും PC ചാക്കോയും കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ അപ്രസക്തരായി മാറി. കെ പി ധനപാലൻ എന്ന നിഷ്കളങ്കനായ, മൃദുഹൃദയനായ, വാശികളില്ലാത്ത, വൈരാഗ്യങ്ങളില്ലാത്ത, വിവാദങ്ങളില്ലാത്ത ആ നല്ല കോൺഗ്രസ് നേതാവിനെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ തീർച്ചയായും അത് കേരള രാഷ്ട്രീയത്തിലെ സദ്രാഷ്ട്രീയത്തിന് സംഭവിച്ച നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു, പ്രണമിക്കുന്നു.